ഗുഡ് മോർണിംഗ് മൈ ഡിയർ സ്റ്റുഡൻസ്. അപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ ക്ലാസ് എടുത്തത് പ്രൈവറ്റ് കമ്പനിയും പബ്ലിക് കമ്പനിയും തമ്മിലുള്ള ഡിഫറൻസസ് ആണ്. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് നമുക്കതിൽ നിന്ന് മനസ്സിലായി പ്രൈവറ്റ് കമ്പനീസിന് കുറച്ച് എളുപ്പമാണ് കാര്യങ്ങളൊക്കെ പബ്ലിക് കമ്പനീസിന്. അങ്ങനെ നോക്കുമ്പോൾ പ്രൈവറ്റ് കമ്പനീസ് സം പ്രിവിലേജസ് എൻജോയ് ചെയ്യുന്നുണ്ട്. പബ്ലിക് കമ്പനി ആണെങ്കിലും പ്രൈവറ്റ് കമ്പനി ആണെങ്കിലും റെഗുലേറ്റ് ചെയ്യുന്നത് കമ്പനീസ് ആക്ട് തന്നെയാണ്. എന്നിരുന്നാലും പ്രൈവറ്റ് കമ്പനീസിന് സെർട്ടൺ പ്രിവിലേജസ് ഉണ്ടായിരിക്കും, റൈറ്റ്സ് ഉണ്ടായിരിക്കും. പബ്ലിക് കമ്പനിയിൽ നമ്പർ ഓഫ് ഇൻവെസ്റ്റേഴ്സ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ പബ്ലിക് കമ്പനീസിന് സ്ട്രിക്റ്റ് ആയിട്ടുള്ള കൺട്രോൾ ഉണ്ടായിരിക്കും. അവർക്ക് ഇൻവെസ്റ്റേഴ്സിന്റെ ഇൻട്രസ്റ്റിനെ നോക്കേണ്ടതാണ്, പ്രൊട്ടക്ട് ചെയ്യേണ്ടതാണ്, ജനറൽ പബ്ലിക്കിന്റെ ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടതാണ്. പ്രൈവറ്റ് കമ്പനീസിന് ഇതൊന്നും ബാധകാവില്ല. അപ്പൊ പ്രൈവറ്റ് കമ്പനീസ് എൻജോയ് ചെയ്യുന്ന പ്രിവിലേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായിട്ടുള്ളതാണ് പ്രൈവറ്റ് കമ്പനി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് 2 പേര് മതി. അപ്പൊ തന്നെ എളുപ്പമാണ്. ഒരു പാർട്ട്ണർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനോ 2 പേര് തന്നെ മതിയായിരിക്കും. അതോടൊപ്പം തന്നെ ഒരു പ്രൈവറ്റ് കമ്പനി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പ്രോസ്പെക്ടസ് ഒന്നും ഇഷ്യൂ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. അല്ലെങ്കിൽ അതിന് പകരമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഇൻ ലിeu ഓഫ് എ പ്രോസ്പെക്ടസും ഇഷ്യൂ ചെയ്യേണ്ട ആവശ്യം അവിടെ വരുന്നില്ല. നേരെ മറിച്ച് പബ്ലിക് കമ്പനി ആണെങ്കിലോ കമ്പനിയെ കുറിച്ചുള്ള എല്ലാ ഇൻഫോർമേഷനും അടങ്ങിയിട്ടുള്ള പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യേണ്ടതായിട്ട് വരുന്നു. അതോടൊപ്പം തന്നെ ഷെയർസ് അലോട്ട് ചെയ്യുമ്പോൾ മിനിമം സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ നിങ്ങൾ 3rd സെമ്മിൽ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ ഒന്നും മീറ്റ് ചെയ്യണമെന്നില്ല. അതിനേക്കാൾ കുറവായാലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള അധികാരം അവർക്ക് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഏത് ക്ലാസ് ഷെയർസ് വേണമെങ്കിലും അവർക്ക് ഇഷ്യൂ ചെയ്യാനായിട്ട് സാധിക്കും തന്നെ. എപ്പോഴെങ്കിലും അഡീഷണൽ ആയിട്ടുള്ള ക്യാപിറ്റൽ ആവശ്യമായിട്ട് വരുന്ന സമയത്ത് അഡീഷണൽ ഷെയർസ് ഇഷ്യൂ ചെയ്യേണ്ട ആവശ്യമേ വരുന്നില്ല. എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് അവർ തന്നെ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു വളരെ പ്രശ്നം ഒന്നും ഉണ്ടാവാതെ വളരെ സ്മൂത്ത് ആയിട്ട് അവരുടെ വർക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഡയറക്ടേഴ്സിന്റെ നമ്പർ വളരെ മിനിമം ആയിരിക്കും, 2 ആയാലും മതിയായിരിക്കും. അതുപോലെ തന്നെ ഒരു ഡയറക്ടർ ഒരു പ്രൈവറ്റ് കമ്പനിയുടെ ഡയറക്ടർ ആയിരിക്കുമ്പോൾ അറ്റ് ദ സെയിം ടൈം 20 കമ്പനീസിന്റെ ഡയറക്ടർ ആവാനായിട്ടും അവർക്ക് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇഫക്റ്റീവ് ആയിട്ടുള്ള മാനേജ്മെന്റ് ഒക്കെ നടത്തുന്നുണ്ടെങ്കിൽ മാനേജ്മെന്റിന്റെ മാനേജീരിയലിന് കൊടുക്കുന്ന റെമ്യൂണറേഷൻ, അവരുടെ റെമ്യൂണറേഷൻ ഒരു റെസ്ട്രിക്ഷൻസും അവിടെ വരുന്നില്ല. ഒരു പ്രൈവറ്റ് കമ്പനിയുടെ ഡയറക്ടർക്ക് എന്തെങ്കിലും പ്രോബ്ലം ഒക്കെ ഉണ്ടായിട്ട് അവർക്ക് വോട്ട് അതിനോട് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളത് വോട്ട് ചെയ്യേണ്ടതായിട്ട് വരുമ്പോൾ ഡയറക്ടർക്ക് വോട്ട് ചെയ്യാനായിട്ടുള്ള പരമാധികാരം ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ ഇറ്റ് ക്യാൻ അപ്പോയിന്റ് എ പേഴ്സൺ ഓർ ബോഡി കോർപ്പറേറ്റ് ടു ഓക്യുപ്പൈ ആൻ ഓഫീസ് ഓഫ് പ്രോഫിറ്റ് ഇൻ ദ കമ്പനി. കോർപ്പറേറ്റ് അപ്പൊ ഒരു ബോഡി കോർപ്പറേറ്റിനോ പ്രോഫിറ്റിന് വേണ്ടിയിട്ട് പുറത്തുനിന്നുള്ള ഒരാളെ അപ്പോയിന്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. കോറം 2 ആളായാലും കോറം തികയുന്നതായിരിക്കും. അതുപോലെ തന്നെ മീറ്റിങ്ങിനോ നോട്ടീസ് അടിക്കാനോ കോറം ചെയർമാൻ, പ്രോക്സീസ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പബ്ലിക് കമ്പനീസിന് കുറെ പ്രൊവിഷൻസ് ഒക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതൊന്നും പ്രൈവറ്റ് കമ്പനിക്ക് വരുന്നില്ല. അതോടൊപ്പം തന്നെ അപ്പോയിന്റ്മെന്റ്, റിട്ടയർമെന്റ്, റിമൂവൽ അങ്ങനെയുള്ളതൊക്കെ മാനേജിംഗ് ഡയറക്ടേഴ്സിനൊക്കെയോ അല്ലെങ്കിൽ ഡയറക്ടറെ ഒക്കെ അപ്പോയിന്റ് ചെയ്യുമ്പോഴൊക്കെ പ്രൈവറ്റ് കമ്പനിക്ക് കുറെ റെസ്ട്രിക്ഷൻസ് ഒന്നും വരുന്നില്ല. അറ്റ് ദ സെയിം ടൈം പബ്ലിക് കമ്പനിക്ക് കുറെ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും. ഗവൺമെന്റിന്റെ അപ്രൂവലും ഇങ്ങനെയുള്ള അവസരങ്ങളിലൊന്നും ആവശ്യമായിട്ട് വരുന്നില്ല. ഓക്കെ, അപ്പൊ ഇതോടുകൂടി ഇന്ന് ക്രിസ്മസ് വെക്കേഷൻ തുടങ്ങല്ലേ കുട്ടികളെ. അപ്പൊ അങ്ങനെയാവട്ടെ. താങ്ക് യു മൈ ഡിയർ സ്റ്റുഡൻസ്.